കല്യാണം നിശ്ചയിച്ചല്ലോ. നിന്റെ കാര്യമോ? വീട്ടിൽ അവതരിപ്പിച്ചോ? ആദ്യം നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ. എനിക്ക് നീ സമയമുണ്ടല്ലോ. നീ അമ്മയ്ക്ക് കത്തെഴുത്. നീ എന്താടാ കുനിഞ്ഞിരുന്ന് സ്വപ്നം കാണുന്നേ? വല്ല പുതിയ പ്രേമകഥകളെ പറ്റി ആലോചിക്കാണോ? ആണെങ്കിൽ എന്നെ കൂടെ കാണിക്കണേ. എനിക്കിപ്പോ ഈ റൊമാൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനോടും ഭയങ്കര ക്രൈസാണ്. കേട്ടോടാ, അടുത്ത മുറിയിൽ ഉഗ്രാം പാർട്ടി. ചാരങ്ങന്റെ ഭാര്യ പിന്നെയും പ്രസവിച്ചു. ഇത്തവണയും പെണ്ണ. എന്നെ ഒരുപാട് നിർബന്ധിച്ചു. ഞാൻ ക്ലാസിക്കായിട്ട് ഞൂരി. പണ്ടൊരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞിരുന്ന ഓർമ്മയുണ്ടോ? എന്റെ റൊമാൻസിന്റെ കാര്യം ഒരു ബിഗ് സർപ്രൈസ് ആയിട്ട് നിന്റെ മുമ്പിൽ ഫ്ലാഷ് ചെയ്യുന്നു. സത്യത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാം ഉറപ്പിച്ച് ഇൻവിറ്റേഷൻ കാർഡുമായിട്ട് വേണം നിന്റെ മുമ്പിൽ വന്ന് ഫ്ലാഷ് ചെയ്യാനെന്ന്. പക്ഷെ എനിക്ക് അതുവരെ ക്ഷമിച്ചിരിക്കാൻ വയ്യ. എനിക്ക് നിന്നോട് ആദ്യം പറയണം. അല്ലയാ, ഞാൻ പറയട്ടടാ. ശരി, എന്നാ കേട്ടോളൂ. ഞാനും നീയും പ്രമീലയും അടുത്ത് തന്നെ വിവാഹിതരാകാൻ പോകുന്നു. ചേടാ, നീ എന്നെ ഊശിയായി കളഞ്ഞല്ലോ. എങ്ങനെ അറിഞ്ഞടാ? നീ പറഞ്ഞില്ലെങ്കിലും പ്രമീല പറഞ്ഞു. അങ്ങനെ വരട്ടെ. അല്ലാണ്ട് നീ എന്താ ഒരു പരിഭവലേ? നീ പരിഭവിക്കാതെ പിന്നെ? നിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായ ഞാൻ നിന്റെ പ്രേമത്തെക്കുറിച്ച് അറിയുന്നത് നിന്റെ കാമുകിൽ നിന്നാവുമ്പോ? സോറിയടാ, എന്റെ മനസ്സിൽ ഈ ഒരു മോഹം തുടങ്ങിയിട്ട് നാള് കുറെ ആയെങ്കിലും പ്രമീലയുടെ മനസ്സ് ഞാൻ ഇപ്പോഴല്ലേ അറിഞ്ഞുള്ളൂ. അതിനു മുമ്പ് ഞാൻ എങ്ങനെ പറയും? നീ തന്നെ പറ. ഞാൻ തമാശ പറഞ്ഞതല്ലേ, നീ അത് സാരമാക്കണ്ട. അല്ലെങ്കിൽ നീ എന്നോട് തെറ്റായി പെരുമാറിയാൽ പോലും എനിക്ക് നിന്നോട് പണങ്ങാൻ പറ്റുമോ? നീ എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് അല്ലേ. എനിക്ക് സന്തോഷമായി ജോസേ, സന്തോഷമായി.